ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി. നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിലെ തിരുത്തുമ്മൽ കോൾപടവിലെ മത്സ്യ കർഷകർക്കായി ഫിഷറീസ് വകുപ്പ് നടത്തുന്ന ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് പെരുമ്പാൾ താഴത്ത് വെച്ച് തുടക്കമായി. നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിലെ തിരുത്തുമ്മൽ കോൾപടവിലെ മത്സ്യ കർഷകർക്കായി ഫിഷറീസ് വകുപ്പ് നടത്തുന്ന ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് പെരുമ്പാൾ താഴത്ത് വെച്ച് തുടക്കമായി. തിരുത്തുമ്മൽ കോൾപടവ് കർഷക സേവാ സമിതി സെക്രട്ടറി മുസ്തഫ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ 11ാം വാർഡ് അംഗം കൗസല്യ രവി, 12ാം വാർഡ് അംഗം ചാന്ദിനി എന്നിവർ ചേർന്ന് മത്സ്യക്കുഞ്ഞുങ്ങളെ കോൾപടവിന്റെ ജലാശയത്തിലേക്ക് തുറന്നുവിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ചാന്ദിനി, കൗസല്യ രവി എന്നിവരും ഫിഷറീസ് പ്രൊജക്ട് കോർഡിനേറ്റർ ഷൈനിബ എന്നിവരും സംസാരിച്ചു. അക്വാകൾച്ചർ പ്രൊമോട്ടർ കെ ബുഷ്ര തിരുത്തുമ്മൽ, കോൾപടവ് കമ്മിറ്റി അംഗങ്ങൾ, മത്സ്യ കർഷകർ തുടങ്ങിയവർ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തു. കട്ല, റൂഹി, സൈപ്രൻസസ്, മൃഗാൾ തുടങ്ങിയ തരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കോൾപടവുകളിൽ നിക്ഷേപിക്കുന്നത്. നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന നീലയിൽ കോൾപടവ്, തിരുത്തുമ്മൽ കോൾപടവ്, കടുകുഴി കോൾപടവ് തുടങ്ങിയവയിൽ 3 ലക്ഷത്തിൽ പരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് മത്സ്യഫെഡ് ആഭിമുഖ്യത്തിൽ നിക്ഷേപിക്കുന്നത്. തിരുത്തുമ്മൽ കോൾപടവിൽ 1,05,000 പരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. നീലയിൽ പടവിൽ 1,35,000 മത്സ്യക്കുഞ്ഞുങ്ങളെയും കടുകുഴി കോൾപടവിൽ 1 ലക്ഷത്തിൽ പരം കുഞ്ഞുങ്ങളെയുമാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. തിരുത്തുമ്മൽ കോൾപടവ് പ്രസിഡന്റ് ശ്രീനിവാസൻ താമരശ്ശേരി പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തി. കർഷകരും മത്സ്യ കർഷകരും നാട്ടുകാരുമായി നിരവധി പേർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതി പ്രകാരം 1,05,000 മത്സ്യക്കുഞ്ഞുങ്ങളെ തിരുത്തുമ്മൽ കോൾപടവിൽ ഇന്ന് നിക്ഷേപിക്കുകയാണ്. ഇത് ശരിക്ക് ചെയ്യേണ്ടത് ഒരു 20 സെൻറ്റോ 40 സെൻറ്റിലോ വളച്ചു കെട്ടി 1-2 മാസം ഇതിനെ തീറ്റ കൊടുത്ത് സംരക്ഷിച്ചതിന് അത് ചെയ്യുന്നതിനും സാമ്പത്തിക ചെലവുണ്ട്. പക്ഷേ നമുക്ക് പെട്ടെന്ന് അറിഞ്ഞതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സബ്സിഡി ഇല്ലാതും കൂടിയാണ് അറിഞ്ഞത്. സബ്സിഡി ഇല്ലെങ്കിലും നമ്മുടെ പാടശേഖര ഫണ്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് അത്രയും കാര്യങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല.